ഈ അടുത്ത കാലത്ത് തിരുവല്ലയിൽ പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെ രാമകൃഷ്ണ ആശ്രമത്തിൽ കുറേ നേരം വിശ്രമിക്കുകയുണ്ടായി. അവിടുത്തെ സ്വാമിമാരൊക്കെ നമ്മളോട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവരോട് പറയുകയും ചെയ്തു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. ഒരു ഡിസ്പെൻസറി നടത്തുന്നുണ്ട്, ധാരാളം പാവങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്, മരുന്ന് എത്തിക്കുന്നുണ്ട്, ഭക്ഷണം എത്തിക്കുന്നുണ്ട്. അവർ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ യൂട്യൂബിൽ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സ്വാമിയുടെ ഫോൺ നമ്പർ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ധൈര്യമായിട്ട് കൊടുക്കണം, ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വർക്കുകൾ. ആശ്രമമാണെങ്കിൽ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. തിരുവല്ലയിലേക്ക് പോകുന്ന വഴിക്ക് മാതാമൃതാനന്ദമയുടെ സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് പോകുന്ന മെയിൻ റോഡിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന റോഡിൽ കയറിയാൽ വലത്തോട്ട് കൂടെ പോയാൽ അമൃതാനന്ദമയുടെ സ്കൂളായി, ഇടതുവശത്ത് കൂടെ പോയാൽ രാമകൃഷ്ണാശ്രമമായി. നല്ല ക്ലീൻ ആൻഡ് നീറ്റ്. ഈ വെള്ളപ്പൊക്കത്തെ സമയത്തൊക്കെ ആയിരക്കണക്കിന് വ്യക്തികൾക്ക് മരുന്നും ഡ്രസ്സും എല്ലാ സാധനങ്ങളും എത്തിക്കാൻ അവിടെ കുറച്ച് വിരലിലെണ്ണാവുന്ന സന്യാസിമാരേ ഉള്ളൂ. അവിടെ കന്യാസ്ത്രീകളൊന്നുമില്ല, ബ്രഹ്മചാരിണികളുമില്ല. അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാം. അപ്പോൾ അതേപോലെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഒരു അമ്പലമുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു കിടന്ന അമ്പലം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇവർ റിപ്പയർ ചെയ്യാണ്, ഇവർ കൊണ്ടുവരികയാണ്. നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവരും ഒത്തിരി സോഷ്യൽ വർക്ക് നടത്തുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ വേറെ എവിടെയെങ്കിലും അറിയാത്ത സ്ഥലത്ത് പൈസ കൊടുത്ത് അവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്ന് അറിയുന്നതിന് പകരം ഇവരെന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് അവരുടെ ഫോൺ നമ്പർ ഞാനിതിൻ്റെ ചൂട്ടി കൊടുക്കാം. സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ സപ്പോർട്ട് കൊടുക്കാം. അവിടുത്തെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ ക്ഷേത്രത്തിൽ ധാരാളം വ്യക്തികൾ അവർ ഈ ഹരേകൃഷ്ണയുടെ ഡ്രസ്സ് ഇട്ടിട്ടില്ല, കോവിക്കുറി തൊട്ടിട്ടുണ്ട്. അവർ പല 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 ഗ്രാമങ്ങളിലും ചെന്ന് അവിടെയുള്ള പാവങ്ങളെയൊക്കെ സഹായിക്കുക, നമ്മുടെ ധർമ്മം പഠിപ്പിക്കുക, ക്ലാസ് എടുക്കുക, കൃഷ്ണനെക്കുറിച്ച് പഠിപ്പിക്കുക. അവരുടെ ഫോക്കസ് വളരെ സന്തോഷകരമായിട്ടുള്ളത് ഭഗവത്ഗീത, ഭാഗവതം, കൃഷ്ണൻ ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്താൽ മതിയല്ലോ, വളരെ എളുപ്പമാണ്. ഒരുപക്ഷെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും മറ്റ് മതക്കാർക്കും ഒരു ആചാര്യൻ, ഒരു പുസ്തകം, ഒരു ചിന്താധാര. ഇവർ തൽക്കാലം അങ്ങനെ ഒരു ഫോക്കസാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. പലതും 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 പഠിപ്പിച്ച് ഒരു സ്ഥലത്തും എത്താതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കൃഷ്ണനെ ഫോക്കസ് ചെയ്യാം, ഒരു ഭഗവത്ഗീത ഫോക്കസ് ചെയ്യാം, ഒരു ഭാഗവതം ഫോക്കസ് ചെയ്യാം. ലെവലനുസരിച്ച് താഴെക്കടയിലാണെങ്കിൽ ഭാഗവതത്തിൻ്റെ കഥകൾ, ഉയർന്ന നിലവാരത്തിലാണെങ്കിൽ ഭഗവത്ഗീതയുടെ സന്ദേശം. ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാർ നല്ല രീതിയിൽ ഇപ്പോൾ ശരിക്കും ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് തിരുവല്ലയിൽ കാണാൻ സാധിച്ചു. ഇനിയും അവർ 2-3 ക്ഷേത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. രാമകൃഷ്ണാശ്രമക്കാരുടെ പ്രവൃത്തിയും ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്ത് ഹൈന്ദവ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജാതി മത ഈശങ്ങൾ നോക്കാതെ ഹൈന്ദവ ജനത ഇപ്പോൾ നല്ല പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ സാധിക്കുമെങ്കിൽ അവിടെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. കാരണം ആ പൈസ ദുർവിനിയോഗം ചെയ്യില്ല, ഉറപ്പാണ്. ആ പൈസ നല്ല രീതിയിൽ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ ഉപയോഗിക്കും എന്നുള്ളത് കൂടി കണ്ട് ഈ 2 രാമകൃഷ്ണാശ്രമത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ തരാം, ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാരുടെ ഫോൺ നമ്പറും ഞാൻ തരാം. നിങ്ങൾക്കത് വളരെയധികം പ്രയോജനപ്പെടുമെങ്കിൽ ഉപയോഗിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ചെന്ന് കണ്ട് കാര്യങ്ങളും പ്രോജക്റ്റുകളും അറിഞ്ഞതിൻ്റെ പുറത്താണ് ഞാൻ നിങ്ങളോട് വിവരിക്കുന്നത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാം. 2ഉം തിരുവല്ലയിൽ തന്നെയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.